ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെറുവിലാണ്, കുസ്കോയിലാണ്. ഞാൻ സാധാരണ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ ഇന്നലെ ഫുള്ള് റെസ്റ്റ് എടുത്തു. ഇന്നും ഇപ്പം ഞാൻ റെസ്റ്റാണ്. ഇന്ന് വൈകിട്ടല്ല രാത്രി ഒരു 10:30 എനിക്ക് ഫ്ലൈറ്റാണ്. ലിമയിലേക്കാണ് കുസ്കോന്ന് പോകുന്നത്. ഞാനിതാ ഇവിടെ ഫുഡ് കഴിക്കാണ്. ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു അടിപൊളിയായിട്ടുള്ള എന്തോ ഒരു വെറൈറ്റി പാസ്തയും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കോണ് ഞാൻ പറഞ്ഞല്ലോ പല കളറിലുണ്ട് ഇവിടെ. നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇത് ചീസൊക്കെ ഇട്ട് പൊട്ടാറ്റോയും എന്തോ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാസ്തയാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി ബാഗ് പാക്ക് ചെയ്യണം. ഇന്ന് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. രാത്രി 10:30 ഫ്ലൈറ്റ്. അതുവരെ സമയമുണ്ട്. എന്നാലും ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് കാലാവസ്ഥ ആകെ ഒരു മൂടലാണ്. ഞാൻ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുസ്കോനോട് ബായ് പറയാം. കുസ്കോ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ബായ് പറയുന്നതുകൊണ്ട് മൊത്തം വെളിച്ചമൊന്നുമില്ല, ഫുൾ മൂടലും ഡാർക്കായിട്ടാണ്. നോക്ക്, മഴയെല്ലാം പെയ്യാൻ പോകുന്ന പോലെ. ഇവൻ ചെറിയ ചെറിയ മഴത്തുള്ളികൾ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ പാക്ക് ചെയ്യാനായിട്ട് ഫുൾ സാധനം ഞാൻ നിലത്തെടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പാക്ക് ചെയ്യണം. എന്തൊക്കെ കൊള്ളുന്നറിയില്ല, എന്തൊക്കെ കൊണ്ടുപോകണ്ടെന്ന് അറിയുന്നില്ല. ഇതെല്ലാം കുറച്ച് മാറ്റി വെക്കാം. ലാസ്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം വെക്കാം. ഞാൻ എന്തോരം സോപ്പാ എപ്പോഴെങ്കിലും കുടിക്കലുള്ളൂ, തണുപ്പായതുകൊണ്ട്. ഇതിലൊരു സോപ്പുണ്ട്, പോരാത്തതിന് വേറെ 3 സോപ്പുണ്ട്. ഈ സോപ്പെല്ലാം മാറ്റി വെക്കാം. ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് പോവാം. ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് പാക്ക് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. എൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ, ഈ ബാഗ് ഫുള്ള് പാക്ക് ചെയ്തു. ടെൻറ്റ് പുറത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് ബാഗ് പുറത്തുണ്ട്. ഇതിൻ്റെ കളറ് നോക്ക്, എല്ലാ ദിവസവും ഉപയോഗിച്ച് ഫുള്ള് ചെളിയാണ്. നാട്ടിലെത്തിയിട്ട് പുതിയ ബാഗ് മേടിക്കണം. ഇതിൻ്റെ ഈ കളറൊക്കെ ഫുള്ള് ചെളിയായി അലമ്പായി. പിന്നെതാ ഇത് ഗോപ്രോ പുറത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം നിറയ്ക്കണം. പിന്നെതാ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഒഴിവാക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആണിത്. എല്ലാം കൂടെ സ്ഥലമില്ല. ഓൾറെഡി ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു 23 kg ഒന്നും എൻ്റെ ബാഗില്ല. പക്ഷെ എന്നാലും അതിന് ശേഷമുള്ള 2-3 ഫ്ലൈറ്റിലെല്ലാം എനിക്ക് ബാഗില്ല, അത് മേടിക്കണം. അപ്പം അതുകൊണ്ട് എത്ര ആവും എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതാക്കി. ഇതിലെന്തായാലും ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ നാട്ടിലിന്. മഴ ഉണ്ടെങ്കിലും റെയിൻകോട്ടൊക്കെ ചീപ്പല്ലേ. നാട്ടിലെല്ലാം ചീപ്പായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം എനിക്ക് നാട്ടിൽ പോയാൽ തന്നെ അറിയുള്ളൂ ഡിഫറൻസ്. സോ എന്താണ് പറയുക, സ്ലിപ്പ് ബാഗ് അല്ല, റെയിൻകോട്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് ബാഗിന് കവർ ചെയ്യുന്ന റെയിൻകോട്ട്. ഇത് ഞാൻ ഡ്രസ്സെല്ലാം ഉള്ളിൽ വെക്കുന്ന വലിയൊരു കവറാണ് അതും. ഇത് ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഇത് ഞാൻ ഒഴിവാക്കുകയാണ്. ഇത് എന്താ പറയുക, നമ്മളിതാണ് എന്തായാലും പറയുക, UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. പക്ഷെ ഞാൻ ഇത് കാണാനില്ല എന്നാണ് വിചാരിച്ചു കൊടുത്തത്. ബാഗിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു 3 സോപ്പും ഇതും. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെതാ ഒരു ഡ്രസ്സ് ഇതും പിന്നെ ഇതും ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സും എടുത്ത് മാത്തിടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നാലും എത്ര പൈസയാവും എന്നറിയില്ല. മിനിമം ഒരു $100 എക്സ്ട്രാ ആയാൽ മതിയായിരുന്നു. ലാസ്റ്റെല്ലാം ഞാൻ US ട്രാവൽ ചെയ്തിരുന്നപ്പോൾ $100 ഒരു ബാഗിനായിട്ടുണ്ടായിരുന്നത്. ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ, സ്ലിപ്പ് ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതും ബാഗെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. എനിക്കെന്താ അറിയില്ല, ഭയങ്കര വിഷമം മനസ്സിൽ. ഈ ഒരു കുസ്കോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ ആ സ്ഥലവും വീടും കുറേ ദിവസം ഞാൻ അവിടെ നിന്നു. ഈവൻ എല്ലാ ദിവസവും അല്ല, ഞാനിങ്ങനെ പോയി വന്ന് എന്നാലും എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഇവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്താ പറയുക, എല്ലാവർക്കും നാട്ടിലേക്ക് പോകുമ്പോഴാണ് സന്തോഷം. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് നാട്ടിൽ നിന്നും അടുത്ത പുതിയ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എൻ്റെ ഫുൾ സന്തോഷം. പുതിയ രാജ്യം, പുതിയ ആളുകൾ, പുതിയ ഭാഷ, പുതിയ രുചികൾ, അതാണ് എന്നെ സന്തോഷമാക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ആകെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അത് മാത്രമാണ് ഉള്ളത്. വേറെ ഒന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ കാര്യങ്ങളിൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നാട്ടിലേക്ക് പോകാനായിട്ട്. എന്തായാലും ഞാനിപ്പോൾ ബാറ്റ്മാൻ എന്ന് പറഞ്ഞ വണ്ടി എടുക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടന്ന് ബസ് എടുക്കണം. ബസ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റി ആൻറ്റീന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ബസ് എടുക്കണം. അവിടെ നിന്ന് ബസ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് ബസ് പോവും. സോ ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 10:25 ഫ്ലൈറ്റ്. ഡൊമസ്റ്റിക്കാണ്, അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല ടൈമൊക്കെ. എന്തായാലും ഇപ്പോൾ ബാഗിന് പ്രശ്നമില്ല. ഞാൻ എക്സ്ട്രാ 23 കിലോ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ചെക്കിനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഇഷ്യൂസൊന്നുമില്ല.
ഇനി അടുത്ത 2 ഫ്ലൈറ്റ് എന്താവും അറിയില്ല. ബാറ്റ്മാനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഒരു രാത്രി 11 മണി വരെ നമുക്കിവിടെ ബസ് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ സമയം 8:45 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ എത്താൻ പോകുന്നത് 12 മണി കഴിയും. അപ്പം അതുകൊണ്ട് എയർപോർട്ടിന് അടുത്തുള്ളതാണ്. ആ കാണുന്ന തന്നെ എയർപോർട്ട്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് നടക്കാനേ ഉള്ളൂ. ഇവിടെ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കനും റൈസും പിന്നെ ഒരു സാലഡും ആണ് തന്നിട്ടുള്ളത്. ചിക്കനൊക്കെ കാണാൻ അത്യാവശ്യം നൈസായിട്ടുണ്ട്. റൈസ് കുറച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ സ്പൈസസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഫുഡ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ ഇതിൽ പൊട്ടാറ്റോ ഫ്രൈയും കൂടെ തരും. പക്ഷെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ എന്തായാലും. ഞാനിതവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എൻ്റെ 3ാമത്തെ ഗേറ്റിലാണ്. 10:25 ഇത് ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ആകെ എത്ര സ്പേസേ ഉള്ളൂ. 4 ഗേറ്റും ഈ കാണുന്ന ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അത്രേ ഉള്ളൂ. ചെറിയ എയർപോർട്ട്. കാരണം ക്വിസ്കോ ചെറിയൊരു ടൗണാണ്. ലിമ വലിയ എയർപോർട്ടായിരിക്കും. നമുക്ക് ലിമ എയർപോർട്ടിൽ അന്ന് വന്നിട്ട് അന്നൊരു വട്ടം വന്നു. പക്ഷെ കറക്റ്റ് ഓർക്കുന്നില്ല. ഫൈനലി ഞാനിതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. എൻ്റെ സീറ്റ് എത്ര 14 തോന്നുന്നു. ഞാൻ ലാസ്റ്റാണ് കയറിയത്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി അതിനുശേഷം അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഞാൻ എൻ്റെ കൗച്ച് സർഫിംഗ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു ദിവസമുള്ളൂ. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. നാളെ 1 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ എനിക്ക് അടുത്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം. 24 മണിക്കൂർ കറക്റ്റ് ആയിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ്, hola, ¿cómo estás? Hola a todos. Hi everyone. Yeah, how are you? Good? Yeah, fine. Yeah, okay. Sorry to disturb you at this time because it's already 1:30 now. No problem. Yeah, no problem. Okay, thank you. എനിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തന്നിട്ടുണ്ട്. ചായ തന്നപ്പോൾ ഞാൻ ചായ വേണ്ട പറഞ്ഞു. ഞാൻ ചായ കുടിക്കുന്നില്ല. സോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോ സ്നാക്സ് എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 2 എണ്ണം ഇതുപോലത്തെ കഴിച്ചു. നമുക്ക് ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്കധികം വിശക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് സോ ഗുഡ്. യാ, യു ഹാവ് വെരി വെറൈറ്റി തിങ്സ്. യു സീ dessert. യാ, നമുക്ക് യാ ഇറ്റ്സ് സോ ഗുഡ്. ഐ ലൈക്ക് ഇറ്റ്. കുറേ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ സ്വീറ്റ് അധികം കഴിക്കാത്തതുകൊണ്ടാണ് ഇത് കഴിക്കണം. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ലൈറ്റ് സ്വീറ്റേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ സോഫ ആക്കാൻ പറ്റും, ബെഡ് ആക്കാൻ പറ്റും, അങ്ങനത്തെ ബെഡാണ്. സോ അതവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ജ്യൂസും പിന്നെ സോസേജും എഗ്ഗും ബ്രെഡും ഇതൊക്കെയാണ്. ഗുഡ് മോർണിംഗ്. ഞാനും എൻ്റെ ഫ്രണ്ട് ഡാനിയലും കൂടെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് ഇവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ വി ആർ ഗോയിങ് ടു ദ ഡൗൺ ടൗൺ. ഓക്കെ, ഹിയർ ഓ ഹിയർ? ഓക്കെ ഓക്കെ, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ലിമയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ഇതാ ഈ സ്കൈ ആണ്. ഫുള്ള് വെള്ള കളറിൽ ഇങ്ങനൊരു സ്കൈ ആണുള്ളത്. ഇത് മാത്രമാണ്. അത് ഭയങ്കര ശോകമാണ്. എനിക്കിഷ്ടമല്ല. പിന്നെ ഇപ്പോൾ ഈ പുള്ളിക്കാരനൊരു പാവമാണ്. അപ്പം അങ്ങനെ പുറത്തേക്ക് പോകാൻ ഞാൻ ഓൾറെഡി എല്ലാവരുടെയും പോയതാണ്. എനിക്കറിയില്ല ഇപ്പം എവിടേക്കാണ് പോകണമെന്ന്. എന്തായാലും പോയി നോക്കാം, വെറുതെ ഇരിക്കണ്ടല്ലോ. ഇന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോകും. ഒരു 9:30 ആകുമ്പോൾ 1 മണിക്കാണ് എനിക്ക് അടുത്ത ഫ്ലൈറ്റ്. ലിമയിൽ നിന്നും മയാമിയിലേക്ക് അടുത്ത ഫ്ലൈറ്റ്. ഇവിടെ തണുപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു തണുപ്പ് കുസ്കോലാണെങ്കിൽ ഈ സമയത്ത് നല്ല വെയിലായിരിക്കും. അവിടെ അധികം തണുപ്പ് തോന്നില്ല. ഇവിടെ തണുപ്പ് കുറവാണ്, പക്ഷെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആകെ ഒരു മൂടിയ ക്ലൈമറ്റാണ്. കണ്ടില്ലേ, കുസ്കോല നീല കളറും നല്ല വെയിലും. അവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നോക്ക്, എന്താ പറയുക, ഭയങ്കര വൃത്തിയില്ലാത്ത വെള്ളമെല്ലാം ഒഴുകുന്നത്. ഇവരാണ് ഇന്ത്യനെല്ലാം കുറ്റം പറയാറ് കേട്ടോ. പുള്ളിക്കാരനാരല്ല പറഞ്ഞ് പൊതുവെ ഇന്ത്യനെല്ലാം കുറ്റം പറയുന്നില്ലേ. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യ പോലെ തന്നെയാണുള്ളത്. എല്ലാ രാജ്യത്തും ചില സ്ഥലങ്ങൾ ബ്യൂട്ടിഫുള്ളാണ്, ചില സ്ഥലങ്ങളല്ല. നിങ്ങൾക്ക് അറിയുന്നല്ലേ കുസ്കോ എത്ര അടിപൊളി സിറ്റിയാന്ന്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇവനൊരു ചെറിയ ടൗണാണ്. പക്ഷെ എന്ത് രസമാണ്. എൻ്റെ ഫേവറേറ്റ് ടൗണും സിറ്റിയും അങ്ങനെ എല്ലാം ആണ് കുസ്കോ. അടിപൊളിയാണ് കുസ്കോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്കൈ മാത്രമല്ല, വൃത്തി, ഓവറോൾ വൃത്തിയാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ കണ്ടോ, നോക്ക്, ഓരോ വീടില്ലാത്ത ആൾക്കാരൊക്കെ വീട് കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അവിടെയൊക്കെ ഒരാളൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. വീടും മൊത്തത്തിലുണ്ട്. നോർത്ത് ഇന്ത്യ തന്നെ, നോർത്ത് ഇന്ത്യ പോലെ തന്നെ ശരിക്കും തോന്നുന്നു എനിക്ക്.
നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ ഡൽഹി എല്ലാം ഭയങ്കര പൊല്യൂഷൻ കാരണം ഇതേപോലെ ആയിരിക്കും സ്കൈ എല്ലാം ഉണ്ടാവുന്നത്. പിന്നെ തണുപ്പും എല്ലാം കൊണ്ടും ഒരു ഡൽഹി ഫീലാണുള്ളത്. പിന്നെ സേഫ് അല്ല, ഫോണെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതന്നെ സേഫ് അല്ല. പെട്ടെന്നെല്ലാം അടിച്ചു മാറ്റി പോകും. ആളതാണ് പറയുന്നത് ഞാൻ ബാക്കിൽ നടക്കാം, എനിക്ക് ബോഡി ഗാർഡ് ആയിട്ടെന്നല്ല. ഇവിടെ നമ്മളെ പായസം പോലത്തെ ആ സംഭവം കിട്ടിയിട്ടുണ്ട്, സെറ്റ് നോക്ക് കണ്ടോ. അത് വേറെന്തോ സാധനമാണ്, അതൊരു ഫ്രൂട്ടെല്ലാം കാണിച്ചത്. ഇതെന്താ നമ്മളെ അടപ്രധാനോ? But this rice or what? No, rice no. This rice? Yeah. This rice. But this what? This what? This no? No idea? Okay. എന്തോ പുഡിങ്ങും ലേച്ചയും അതൊക്കെ ചേർത്തേക്കുന്നതിന്റെ ഇതാണ് കാണുന്നത്. ഞാൻ ഇതൊരെണ്ണം കഴിച്ചോട്ടെ. എത്ര എണ്ണം ചോദിച്ചോട്ടെ. ¿Cuánto? Señor, ¿Cuánto dinero? 4 soles, amiguito. 4. Oh, Cusco is very cheap. Cusco just one. Yeah. This one. Pequeño? Sí. Ask. They have small, no? Only small? No, Okay. small is 4. Oh, small is 4. Small is Okay. Okay. ¿De cuánto tiene, señor? ¿De 4? Okay. Yeah. Solo eso, What is it? ഓക്കെ, മറ്റേ സാധനം എന്തായാലും പറയാ, കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഒഴിക്കുന്നത്. അത് ഇടണ്ടായിരുന്നു. ഓക്കെ, ഗ്രാസിയാസ്, താങ്ക് യു. ഞാനിത് കഴിച്ചോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ സിനമൺ പൗഡർ ഇട്ട് കഴിയുമ്പോ ഇതിന്റെ എൻറ്റയർലി ടേസ്റ്റ് മാറും. അത് ഇടണ്ട വിചാരിച്ച അപ്പളേക്ക് അവർ ഇട്ട്. കഴിച്ചോട്ടെ. It's good? Yeah. Yes, Delicious. It's we have similar this one in India. That's good. ഇതിന്റെ പേര് അറോസ് കോൺ ലേച്ചെ, right? Yeah, Arroz is rice, corn, why corn? Rice with milk. Oh, rice with milk is corn. Leche is milk, I know. Yeah. But what is corn? Arroz is rice, leche is milk, but arroz con leche? Yeah, arroz con leche. Okay, it's like a name. That's it, right? Okay. Yeah. ആ സിനമൺ ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഡിഫറെൻറ്റാ. പിന്നെ മുകളിലെല്ലാം കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഇടും. സിമ്പിളാണ്, നമ്മളെ പായസത്തിൻ്റെ ഒരു വേറെ വേർഷൻ. പക്ഷെ ഇവിടുത്തെ റൈസ് എല്ലാം വേറെ തന്നെ ടേസ്റ്റാണ്. അതുകൊണ്ട് വേറെ നമ്മളെ ഈവൻ നമ്മുടെ കീറുണ്ടല്ലോ ഗുരുദ്വാരയിൽ കിട്ടുന്ന, അതിനും ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ പാൽപ്പായസമായിട്ട്. പാൽപ്പായസം കഴിക്കാൻ കൊതിയാവുന്നു. ഞാൻ നാട്ടിലേക്കാണല്ലോ പോകുന്നത്, നാട്ടിലെത്തട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഫുൾ ഫുഡ് വീഡിയോ ആയിരിക്കും. ഫുഡ് വീഡിയോ മെയിനായിട്ട് ഉണ്ടാവാം ഉറപ്പായിട്ടും. അതുമാത്രമല്ല, എനിക്കിപ്പോൾ മലയാളികൾ മാത്രമല്ലാണ്ട് കുറച്ച് ഫോളോവേഴ്സൊക്കെ ഇങ്ങനെ ലാറ്റിൻ അമേരിക്കയിലെല്ലാം വീഡിയോസ് കാണുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ടായി നാട്ടിലെത്തുമ്പോൾ നാട് കാണിക്കണം, അതുപോലെ അവിടുത്തെ ഫുഡ് കാണിക്കണം എന്നെല്ലാം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. സോ ചിലർക്കെല്ലാം ബോറടിക്കും, കാരണം കേരളം എല്ലാവരും കാണുന്നതാണ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കും. സോ എന്തായാലും ഇഷ്ടമുള്ളവർ കാണുക, ഞാൻ നാട്ടിലെത്തിയിട്ട് എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. നാട്ടിലെത്തിയാലും ഞാൻ ട്രാവലിംഗ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്യും. അങ്ങനെ ആരും പോകാത്ത സ്ഥലത്ത് കൂടെ ഒക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണുക. അല്ലാത്തവർക്ക് വീണ്ടും ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറേ നാളൊന്നും ഞാൻ കേരളത്തിലധികം നിൽക്കൂല. ഇതാണ് ഡൗൺ ടൗൺ. ഇവിടെ സേഫ് ആണെന്നാണ് ആള് പറയുന്നത്. ഇറ്റ്സ് സേഫ്, റൈറ്റ്? ഹിയർ ടൂറിസ്റ്റ് പീപ്പിൾ വിൽ കം. So it's very neat and clean and safe, right? Yeah, I can see the difference. You see? It's very clean now. Yeah, ഡൗൺ ടൗണിൽ എത്തിയപ്പോൾ നല്ല ക്ലീനും നീറ്റും ആയി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂഷ്വലി ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഞാൻ വീഡിയോസ് എവിടാണ് എന്താണെന്നൊന്നും എടുക്കാറില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഫ്ലാഗില് നടുവിലൊരു ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫ്ലാഗായി, കാനഡന്റെ ഫ്ലാഗായിട്ടോ. പെറുവിന്റെ ഫ്ലാഗ് ഒരു ലീഫ് വരച്ചു കഴിഞ്ഞാൽ in the center, if I put the leaf, it will be like Canada. It's very similar. Yeah, it's similar. Yeah, here is so good. I like it here. Here it's little bit similar like Cusco because it's very clean. That's why. This is the main square, like the center. This one. This is the main square, the center one. Okay. Plaza there. Plaza de Armas. Yeah. Say yeah. In same I saw in the Cusco. The
same. Yeah. Yeah. Same. This is the house of president. ഓക്കെ, ഇത് നമ്മുടെ പ്രസിഡന്റിന്റെ വീടാണെന്ന് ഈ കാണുന്നത്. അത് അവിടെ എല്ലാം ഫ്ലാഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ ചേർച്ചാണോ? This is the house of mayor of Lima. ഓക്കെ, മേയറിന്റെ വീടാണിത്. കൊള്ളാം. ഇതെല്ലാം കറക്റ്റ് സെന്ററിൽ തന്നെ. നമ്മളെ നാട്ടിൽ അങ്ങനെ സെൻട്രലാണെങ്കിലും അങ്ങനെ ലൈക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടല്ലല്ലോ, ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഫുള്ള് ഗേറ്റ് എല്ലാം വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. ഇത് നോക്ക്, നമ്മളെ ഗ്രാമ്പു ആണ് ഈ കാണുന്നത്. ഗ്രാമ്പു ആണോ പട്ടയാണോ? ഗ്രാമ്പുവിലും പട്ടയിലും രണ്ടും ഉണ്ട്. കാരണം സിനമൺ എന്ന് പറയുന്നത് ഗ്രാമ്പു ആണോ പട്ടയാണോ? ഗ്രാമ്പു ഈ കാണുന്നത്, പട്ട സിനമൺ. പട്ടേന്റെ പൊടി ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ബിരിയാണി പോലെ. ഒന്ന് ആലോചിച്ചൊക്കെ, പായസത്തിൽ ഗ്രാമ്പും പട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്? അതാണ്. പക്ഷെ എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് പാൽപ്പായസം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ഒരു പായസം കഴിച്ചിട്ട് ഞാൻ സമാധാനപ്പെടുകയാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ ഓണായിരിക്കും. ഓണത്തിന് എന്തായാലും കുറേ തരത്തിലുള്ള പായസമൊക്കെ കുടിക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുഡ് കഴിക്കാൻ മാത്രം, ഫുഡ് കഴിക്കാൻ 100% ഞാൻ എക്സൈറ്റഡ് ആണ്. ഈ ബിൽഡിംഗ് എല്ലാം കാണുന്ന സമയത്ത് ശരിക്കും ഞാൻ യൂറോപ്പിലുള്ള ഏതോ ഒരു കൺട്രിയിലുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പഴയ സ്പാനിഷ് കോളനിയിലുള്ളതാണ്. ഞാൻ ഈ ഡയലോഗ് എനിക്ക് തോന്നുന്നു 1000ാമത്തെ വട്ടമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. കാരണം ലാറ്റിൻ അമേരിക്ക കയറിയ പിന്നെ സ്പാനിഷ് കോളനി ഉള്ളൂ. അപ്പോൾ പഴയ കാലത്തെ വലിയ ബിൽഡിങ്ങും വലിയ വാതിലും അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. മേ ബി വീഡിയോ കാണുമ്പോൾ ബോറടിക്കെങ്കിലും എനിക്ക് അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണുള്ളത്. വലിയ വിൻഡോസും വലിയ വാതിലൊക്കെ ആണെങ്കിലും അതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതുവഴി നടക്കുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എൻ്റെ ഫ്രണ്ട് ഡാനിയിലും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിതാ ഇതുവഴി ഇങ്ങനെ നടന്ന് കാണുന്നുണ്ട്. ഓരോ വീടിനും ഓരോ പ്രത്യേകതയാണ്. കണ്ടോ, ഇവിടെ എല്ലാം സേഫ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇത്ര നേരം ഞാൻ ഫോണെല്ലാം ഉള്ളിലെടുത്ത് വെച്ചേക്കായിരുന്നു പോക്കറ്റിൽ, സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ ഓക്കെയാണ്. ഈ കാണുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെയാണ് കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു ട്രെയിൻ സ്റ്റേഷൻ എല്ലാം കാണുന്നത്. അതുപോലത്തെ ഒരു ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. പെറുവിൽ നിന്ന് പോവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിക്കണം എന്ന് വിചാരിച്ച ഒരു സുവനീർ പോലെ. പക്ഷെ ഞാൻ കാലിലിടാനാണ് ഞാൻ മേടിക്കുന്നത്. ഇത് ഓൾറെഡി ഇതെല്ലാം പഴയതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാറ്റാന്ന് വെച്ചാൽ ഓൾറെഡി ഇത് 2 എൻ്റെ കാലിലുണ്ട്. ഇത് ഞാൻ മാറ്റും. ഓൾറെഡി ഇത് കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള സാധനം ഞാൻ ഇട്ട് നോക്കട്ടെ. അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ആ ഒരു സാധനം സുവനീറായിട്ട് മേടിച്ചിട്ടുള്ളത് അതാണ്. ശരിക്കും കുസ്കോന്ന് മേടിച്ചാൽ മതിയായിരുന്നു. കുസ്കോയിൽ അതിനെല്ലാം 2 ഉണ്ടായിരുന്നുള്ളൂ. 2 സോള്. ഇവിടെ എത്തിയപ്പോൾ അത് 4 സോളായി. കുഴപ്പമില്ല, എന്തായാലും എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണല്ലോ അത് വാങ്ങാൻ തോന്നിയത്. അതുകൊണ്ട് സീനില്ല. ഡ്രസ്സ് മേടിക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ ബാഗിൽ ഓൾറെഡി സ്ഥലമില്ല. ഇനിയും കുറേ സാധനങ്ങൾ ഞാൻ ഇവിടെ ലിമയിൽ വെച്ചിട്ട് പോകേണ്ടി വരും. കുറേ സാധനം കുസ്കോയിൽ വെച്ച പോലെ തന്നെ ലിമോയിലും വെച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും ഞാൻ ഡ്രസ്സ് മേടിക്കുന്നില്ല കേട്ടോ. എനിക്കൊരു ടീഷർട്ട് മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഇപ്പോൾ തോന്നി. ഓൾറെഡി കുറേ ഡ്രസ്സെല്ലാം മാത്ത് ഇടാനുള്ള പ്ലാൻ ഉണ്ട്. എന്നാൽ തന്നെ ടാസ്ക് ആണ്, നടക്കൂല. നോക്ക്, ഓരോ ചർച്ചും ഓരോ ഏരിയന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ നോക്ക്, 2 ക്യൂബ് കണ്ടോ? ഇതുപോലത്തെ ഇത് പാരീസിലുണ്ട്. അതുപോലെയാണ് ഇവിടെ കാണുന്നത്. ഈ ഏരിയ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. വലിയ പാർക്കും ഇതൊക്കെയാണ് കാണുന്നത്. അവിടെ നോക്ക്, ആ മല ഉണ്ടോ? ഈ ലാപ്പാസിലുള്ള പോലെ തന്നെ ആ മല ഇങ്ങനെ കവർ ചെയ്തിട്ട് കളർഫുൾ ആയിട്ടുള്ള വീടുകളാണുള്ളത്. ശരിക്കും ചിത്രം വരച്ച പോലെ ഇല്ലേ? അത് ഒറിജിനൽ ആയിട്ടുള്ള വീടുകളാണ് ആ കാണുന്നത്. നോക്ക്, കണ്ടോ എന്ത് രസാ. ആ മലേൻ്റെ പകുതി വരെ വീടായിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മല മൊത്തം വീടാവും. ആ സൈഡിലും ഈ സൈഡിലും ഒരു പകുതി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഫുള്ളായിട്ടുണ്ടാവും എന്തായാലും. കണ്ടോ, അടിപൊളി. ഇവിടെ നോക്ക്, പഴയ ട്രെയിനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു റെസ്റ്റോറൻറ്റ് പോലൊക്കെ ആക്കാൻ പറ്റും. ഞാനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ ഒക്കെ ഇങ്ങനെ ആലോചിക്കും. ഐഡിയ ആലോചിക്കലും ഉണ്ട്, കിട്ടലും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യാറില്ല, അത് മാത്രം. ഇവിടെ പെറുന്നെല്ലാം ഇങ്ങനെ പൂക്കൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. അതിൻ്റെ കൂടെ ഒരു ലാമേനയും വെച്ചിട്ടുണ്ട്. ഇവിടെ സമ്മറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ ലിമ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ സമ്മറിൽ വരിക, കുസ്കോ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ വിൻ്ററിൽ വരിക. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ആ ഒരു സീസൺ അല്ലാത്ത ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അത്ര എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഭംഗി ഫീൽ ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ അതുകൊണ്ടാണ് കുസ്കോ ഇഷ്ടപ്പെട്ടു. ലിമ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ഒരു വെതർ കാരണം
മൊത്തത്തിലൊരു രസമില്ല. അതുപോലെ തന്നെ യൂറോപ്പിലെല്ലാം വിന്ററിന് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇതന്നെയാണ്, ഭയങ്കര ക്ലൗഡിയും ഒരു ഡിപ്രഷൻ വെതർ ആയിരിക്കും ഉണ്ടാവുക. ഈ മിനിസോ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാവും. എല്ലാ ടോയ്സ് ആണെങ്കിലും പെർഫ്യൂംസ് ആണെങ്കിലും ഭയങ്കര രസമാണ്. എൻ്റെ ഇരിക്കുന്ന ഫാൻ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ മിനിസോ ഒന്ന് മേടിച്ചിട്ടുള്ള ഫാനാണ്. എനിക്കൊന്ന് എൻ്റെ ബാഗിലുണ്ടില്ല, അത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. പെർഫ്യൂംസ് നോക്കിയോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ പെർഫ്യൂമാണ്. ഞാൻ നോക്കി, പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പെർഫ്യൂമാണ്, ലൈറ്റ് ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. ഇവിടെ എല്ലാം ടാറ്റുവും സെക്സ് ഷോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഫുൾ മോളിൽ മൊത്തം കണ്ടോ, ഫുൾ സെക്സ് ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ മൊത്തം അങ്ങനത്തെ സംഭവങ്ങളാണ്. ചെവിയിലും മേത്തും ഒക്കെ അടിക്കുന്ന പിയേഴ്സിങ് ആ ഏരിയ ആണ്. പെട്ടെന്ന് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ശരിക്കും യൂറോപ്പിലെത്തിയൊരു ഫീലാണ് എനിക്കുള്ളത്. യൂറോപ്പിൽ വിന്ററിൽ പോയ പോലെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ യൂറോപ്പിൽ അധികം സ്ട്രീറ്റ് ഫുഡ്സ് ഇങ്ങനെ കാണാൻ പറ്റില്ല. അത് മാത്രമാണ് ആകെയുള്ള ഡിഫറൻസ്. ബാക്കി ഈവൻ US-ലാണെങ്കിൽ പോലും നമുക്ക് കുറെ സ്ട്രീറ്റ് ഫുഡ് എല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റൂല. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുള്ള് ഡോളർ എക്സ്ചേഞ്ച്, യൂറോ എക്സ്ചേഞ്ച്, എല്ലാം എക്സ്ചേഞ്ച് ആണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് യൂറോ എല്ലാം ഞാൻ അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ടോ. ഈ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ്, മൊത്തം എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച്. ഇവിടെ അത്യാവശ്യം റേറ്റെല്ലാം എഴുതി വെച്ച് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. മൊത്തം ഈ ഏരിയയിൽ വന്നാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഈസിയാണ്. ഞാനിവിടെ നോക്കിയപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിന് കുറച്ചും കൂടെ ബെറ്റർ റേറ്റ് ആണുള്ളത്. പക്ഷെ ഫുഡിന് സാധനങ്ങൾക്ക് എല്ലാത്തിനും അതിനനുസരിച്ച് റേറ്റും കൂടുതലാണ്. കുസ്കോല് എക്സ്ചേഞ്ച് റേറ്റ് കുറവാണ്, പക്ഷെ ഫുഡിനും റേറ്റ് കുറവാണ്. ഇവിടെ നോക്ക്, വഴിയിലൊക്കെ നമുക്ക് ഓരോ പരിപാടികൾ കാണാം. അത് കണ്ടോ, ആ സംഭവം അതെങ്ങനെ നിൽക്കുന്നു, അതെങ്ങനെയാന്ന് തന്നെ എനിക്കറിയില്ല. കണ്ടോ, അവരൊരു കോലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ കോലിൽ അയാൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ആൾക്ക് ജീവനില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. സമ്മതിച്ച് എൻ്റെ അമ്മ, അടിപൊളി കേട്ടോ. എന്തൊക്കെ സംഭവങ്ങളാണല്ലേ കാണുന്നത്. അതെങ്ങനെ നിൽക്കുന്നു, ഓ സംഭവം തന്നെ. ഇവിടെ ഇങ്ങനെ ഡൗൺ ടൗണിൽ നടക്കുന്ന സമയത്ത് ഓരോ പരിപാടികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റും ഇല്ലല്ലോ. നമുക്ക് ഡേ ടൈമിലായാലും നൈറ്റ് ടൈമിലായാലും നമുക്ക് ഇങ്ങനെ നടക്കാം. നമുക്ക് ആകെയുള്ള എന്റർടൈൻമെന്റ് ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് ഭയങ്കര ഷോക്കായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കത് ആ ഒരു ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാവും. ഇവിടെ നോക്ക്, തേങ്ങേന്റെ ഇത് പച്ചക്ക് തിന്നാ, ഇതിങ്ങനെ ജാഗറിയിൽ മുക്കിയത്, അതിന്റെ ബിസ്ക്കറ്റ്, അതിന്റെ തന്നെ ഫുൾ തേങ്ങ, ഇങ്ങനത്തെ സംഭവങ്ങള്. ഇത് ചെറുത് എല്ലാം ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടമുള്ളത് കൂടുതൽ. നോട്ട് ഏതാ വേണ്ടേന്നുള്ളത്. വിച്ച് ഈസ് മോർ ഗുഡ്, വിച്ച് ഈസ് മോർ ടേസ്റ്റി, എവറിത്തിങ്. This one? I think it's a light sweet. I don't want much sweet. I just want light sweet. Yes, this is good. Yeah, then it's these all more sweet, right? Yeah. This one, these two I already had in the boat in Amazon. Amazon, yeah. Yeah, I tried this one. ഇവിടെ ഞാൻ ആ കോക്കനട്ടിന്റെ ബിസ്ക്കറ്റ് ആണ് മേടിച്ചത്. ആളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്ക്, സെവിച്ചയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. സെവിച്ചയും പിന്നെ കുയ്യുമാണ്. ഈ ലിമയിൽ സെവിച്ചയും അവിടെ കുയ്യുമാണ്. കുയ്യും അൽപ്പാക്കയും കണ്ടോ. ഇത് പച്ച മീനാണ് കണ്ടോ, കുക്കൊന്നും ചെയ്യാത്ത ആ ഒരു മീൻ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതും എല്ലാം മിക്സ് ചെയ്തിട്ട്, അതൊക്കെയും പച്ചയാ. അതെല്ലാം നമ്മുടെ നീരാളിയാണ് കണ്ടോ. സ്ക്വിഡ്, നീരാളി, അതെല്ലാം ഇട്ടിട്ട് ഈ പച്ചക്കറിയും എല്ലാ സാധനങ്ങളും ഇട്ടിട്ട്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ക്രാബ് ഓർ വാട്ട്? Señor, ¿qué es esto? ¿Esto qué es? What's that? Squid. Squid? Okay, ഇത് വേറെ ടൈപ്പ് സ്ക്വിഡ്. അത് കട്ടിയിട്ട് എല്ലാം not cooked, right? Not cooked. No, not good. Not cooked, just raw. Yeah. You like ceviche? Yeah. Yeah. Okay. In India we don't have. We have everything cooked food. The raw no. കണ്ടോ, ഇതെല്ലാം അങ്ങനെ കുക്ക് ചെയ്യാത്ത സാധനമാണ്. ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ള ജലാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഐസ്ക്രീം ഉണ്ട്. അത് കുസ്കോലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കൊതിയായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ കുറേ ഐസ്ക്രീം ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഞാൻ യൂറോപ്പിലൊക്കെ ഉള്ളപ്പോഴും ആ ഒരു ബ്രാൻഡ് കുറേ കഴിച്ചിട്ടുണ്ട്. സോ അത് തപ്പി നടക്കുകയാണ്. ഏതോ വലിയ ഷോപ്പിംഗ് മോളിലാണ് വന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. നൈക്കി, പിന്നെ എല്ലാ ബ്രാൻഡും, ഫോണിന്റെ ഐഫോണിൻ്റെതും അങ്ങനെ എല്ലാം ആയിട്ടുള്ള. ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ മുന്നേ ഈ ജലാർട്ടിന്റെ 2-3 എണ്ണം ഉണ്ട്. ഇറ്റ്സ് ഡൗൺ.
നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ താഴത്തേക്ക് പോവാണ്. കാരണം ഞാൻ മുന്നേ കഴിച്ചത് ഇവിടെ നിന്നല്ല, വേറെ സ്ഥലത്തു നിന്നാണ്. പക്ഷെ ഇവിടെ അത് കുറേ ബ്രാഞ്ച് ഉണ്ട്, അതുകൊണ്ട് അത് തപ്പി നടക്കുന്നത്. ഏതോ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. KFC, ബർഗർ കിങ്, ചൈന വോക്ക് കുറേ ഉണ്ട്. പാപ്പാസ് ജോൺസ്, ബർഗർ കിങ് എല്ലാം ഉണ്ട്. തപ്പി അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ എത്ര നേരമായി എന്നറിയോ തെരഞ്ഞുകൊണ്ടിരിക്കണം ഈ ഒരു ഐസ്ക്രീം. പിന്നെ ബാക്കി ഏതെനിക്ക് ഇഷ്ടമല്ല, ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് ഇഷ്ടം. ഇവിടെ ഈ ബോർഡിൽ കാണുന്ന റേറ്റ് ഒന്നല്ല കേട്ടോ. ഇതിന് ഞാനും വിചാരിച്ചു ഇനി റേറ്റ് കുറഞ്ഞോന്ന്. നോക്കിയപ്പോൾ അത് 1-2 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ. ഗ്രാസിയാസ്. പുള്ളിക്കാരൻ ഏതാ പറഞ്ഞത്? ഞാൻ ഏത് വേണേ എടുത്തോളാൻ പറഞ്ഞതാ. അവൾ ഏതോ ഒരെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാ ഈ സാധനം. ഈ ചോക്ലേറ്റ് ബെൽഗ. സ്നിക്കേഴ്സും ഹെർഷീസും മിൽക്കി വേയും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞാനിത് 2ാമത്തെ പ്രാവശ്യം ഞാൻ കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സാധനം കഴിക്കാറുണ്ട്. ഇവൻ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ എടുക്കലില്ല, പക്ഷെ അല്ലാണ്ട് തന്നെ ഞാൻ കഴിക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഐസ്ക്രീം മേടിച്ചപ്പോൾ ഞാൻ ഒരെണ്ണേ മേടിച്ചുള്ളൂ, സഞ്ജയ്ക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്താണ് കഴിച്ചത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മേടിച്ച് കഴിച്ചത്. പിന്നെ നമ്മൾ അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ് ഒരെണ്ണം മേടിച്ചപ്പോൾ ഞാൻ ആൾക്ക് വേറെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് 2 എണ്ണം. ഇത് ഞാൻ കടിച്ചത് ആൾക്ക് ഞാൻ കൊടുക്കൂല, കാരണം നമ്മൾ അത്ര പരിചയമുണ്ടെങ്കിലും ലൈക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുള്ള് കഴിക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഫുഡ് കഴിക്കുന്നത്, അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് നമ്മൾ മേടിച്ചിട്ട് കഴിക്കൂലല്ലോ. ഇപ്പം എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കഴിക്കാൻ ഫുള്ള് തോന്നും, അപ്പം ഞാൻ കഴിക്കും. മേ ബി ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ച് കഴിക്കും. അല്ലാണ്ട് നമ്മൾ ഒരെണ്ണം മേടിച്ച് 2 എണ്ണം മേടിച്ച് 3 മേടിച്ച് വേസ്റ്റ് ചെയ്യൂലല്ലോ. അതാണ് കഴിഞ്ഞ ദിവസം എല്ലാം കുറേ വീഡിയോയിലെല്ലാം കമന്റ് കുറേ പേര് ഇടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവർ കൈ വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. കുസ്കോലാണ് ഏറ്റവും കൂടുതൽ കാണാറ് കണ്ടോ. അവരിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു, വിൽക്കുന്നു. ഒരേ ടൈമിലാണ് രണ്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് ശരിക്കും. എനിക്കൊരു മെക്സിക്കോ സിറ്റീൻ്റെ ഒരു ഫീല് തോന്നുന്നുണ്ട്. മെക്സിക്കോ സിറ്റി ഭയങ്കര വലുതാണ്. ഇതേപോലെ സ്ട്രീറ്റിലൂടെ എല്ലാം ഇങ്ങനെ ഓരോന്ന് വിറ്റിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോന്നും ഇങ്ങനെ നടു റോട്ടിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ലൈക്ക് മെയിൻ റോഡിന്റെ അവിടെ തന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ കുറേ ഷോപ്സ് കാണാം. ദിസ് ഈസ് ചിക്കൻ ഓർ വാട്ട്? ഓൺലി പൊട്ടാറ്റോ ഓർ വാട്ട്? Potato and chicken. Okay. In the middle. Okay, uno. Yeah. ¿Qué? അത് കഴിച്ചോക്കാന്ന് വിചാരിച്ച്. ¿Ensalada? Sí. സലാഡ്. ഇത് ഒരെണ്ണാണ് മേടിക്കുന്നുള്ളൂ. ഇത് ഞാൻ ഹാഫ് കഴിച്ചിട്ട് ആൾക്ക് കൊടുക്കും. You want one more or just one? One is okay? Okay. Yeah. Wait. No. Only this. Ensalada. Yeah, I will take. ഞാനിതാ കൈ വെച്ചിട്ടാണ് കഴിക്കുന്നത്. മറ്റേ വെച്ചിട്ട് കിട്ടുന്നില്ല. ഇതിലുള്ളത് എന്താണ് എഗ്ഗും പിന്നെ ബീഫും ആണ്. Carne. Huevo. También huevo. Su Sí. salsicito con cebollita. Sí. കണ്ടോ ഇതിന്റെ ഉള്ളില് ഫില്ലിങ്. Sus cremitas. നോ കുറേ സോസ് ഉണ്ട്. ഞാൻ ഈ ഒരു സോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആളെന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അടിപൊളി സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ട് എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ആള് സജസ്റ്റ് ചെയ്ത ഈ ഒരു സാധനം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ച് മരിക്കുന്നു തോന്നുന്നു. വയറെല്ലാം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ചെറുത് കുറേ കഴിച്ചെങ്കിലും അതിനിടയ്ക്ക് ഞാൻ ഒരു കാടമുട്ടയെ മേടിച്ച് കഴിച്ചു. അത് പറയാൻ മറന്നുപോയി, വീഡിയോയിൽ കാണിക്കാൻ പറ്റുപോയി. ആൾക്കാരുടെ ടേസ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സജസ്റ്റ്. കാരണം ലൈറ്റ് സ്വീറ്റ് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് സ്വീറ്റ് ഇഷ്ടമല്ല. ഒരുപാട് സ്വീറ്റ് ഇഷ്ടമാണ് പായസത്തിൽ, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങളിൽ അധികം ഇഷ്ടമല്ല. ഇത് നമ്മുടെ സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിൽ ബേക്കറിയിൽ കിട്ടില്ലേ, അതിൻ്റെ ഒരു സാധനവും പിന്നെ ചോക്ലേറ്റ് ചിപ്പും വെച്ചിട്ട്. ഞാൻ മിറാഫ്ലോറസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നേക്കാണ്. എന്താന്ന് വെച്ചാൽ ഒരു $200 ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ മുന്നേ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ ചേഞ്ച് ചെയ്തിട്ടായില്ല. ആ സെയിം റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത് ക്യാഷ്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. എയർപോർട്ടിൽ എനിക്ക് ബാഗ് ഇല്ല. അപ്പോൾ ഓൾറെഡി കുറച്ച് ചെറിയ ബാഗേ ഉള്ളൂ. അത് അവർ അലോ ചെയ്യോ ഇല്ലേന്ന് അറിയില്ല. അലോ ചെയ്യില്ലെങ്കിൽ എക്സ്ട്രാ മേടിക്കണം. അപ്പം എൻ്റെ $1 ഉള്ളൂ. ഓൾറെഡി കാർഡില്ല. നാട്ടിൽ പോയിട്ട് വേണം കാർഡെല്ലാം റെഡിയാക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ക്യാഷ് എല്ലാം മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ $1 കയ്യിലില്ലെങ്കിൽ പണിയാവും. ഓൾറെഡി എൻ്റെ കയ്യിലൊരു $100 ഉണ്ട്. പക്ഷെ എന്നാലും ഒരു $200 കൂടെ. അപ്പം മൊത്തം ഒരു
$300 കയ്യിലുണ്ട്. ഈ ഒരു ബസ് കണ്ടോ, ഇത് മെട്രോപൊളിറ്റാന എന്ന് പറയും. അതായത് ഇത് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്നതാണ്. അതാണ് സംഭവം. അപ്പോൾ നമ്മളെ മെട്രോ ഒക്കെ പോലെ വേറെ എവിടെയും സ്റ്റോപ്പ് ഇല്ലാണ്ട് പോകും. അല്ലാതെ നമ്മൾ നോർമൽ ബസ്സിൽ പോയാൽ 2 മണിക്കൂർ എടുക്കും ആളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ഒരു 10 മണിയാകുമ്പോഴെങ്കിലും എയർപോർട്ടിലേക്ക് പോകണം. ടാക്സി വിളിച്ചിട്ടാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോയിട്ട് ബാഗ് ഒന്നുകൂടെ പാക്ക് ചെയ്യണം. ഇന്നലെ പാക്ക് ചെയ്ത പോലെയല്ല, ഇന്നലെ ഫുള്ള് എനിക്ക് എക്സ്ട്രാ ബാഗുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇന്ന് വേറെ പാക്ക് ചെയ്യണം. ഈ ബസ് കണ്ടില്ലേ, അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. മെട്രോ ഒക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന പോലെയാണ് ഇവിടെ ബസ് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്നത്. അപ്പം എല്ലാവിടെയും സ്റ്റേഷനില്ല, ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇത് നിർത്തുള്ളൂ. കണ്ടോ, വേറെ ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഫ്ലൈറ്റ് പോകുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് നട്ട്സും ഇതൊക്കെ മേടിക്കുകയാണ്. പട്ടിണി കിടക്കാൻ പറ്റൂല. എനിക്കൊന്നും ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഉണ്ടാവില്ല. ഞാൻ അല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ 1 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പി ആവും ഞാൻ നാട്ടിലേക്ക് എത്താനായിട്ട് കേട്ടോ. ഞാൻ പെറുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ബേബി ഡോഗ് ഉണ്ട് നാട്ടിലിപ്പോൾ. ബേബി എല്ലാം വലുതായിട്ടുണ്ട്. എന്നെ മറന്നിട്ടുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. സോ എൻ്റെ ഡോഗിന് വേണ്ടിയിട്ട് ഞാൻ മേടിക്കുന്നതാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമല്ലേ. ബാഗിൽ സ്ഥലം പോലും ഇല്ല. എന്നിട്ട് ഞാൻ എക്സ്ട്രാ പേ ചെയ്താലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ ഇത് മേടിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് ടിങ് ടിങ് ടിങ്. ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. തിരിച്ച് വീട്ടിൽ വന്നു. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ബാഗ് പാക്ക് ചെയ്തു. ബാഗ് പാക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് എക്സ്ട്രാ അലോവൻസ് ഇല്ല. ഓൺലൈനിൽ മേടിക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഡേ ഒക്കെ ഞാൻ കുസ്കോന്ന് ലിമയിലേക്കുള്ള മേടിച്ചു. പക്ഷേ ഇവിടെ മേടിക്കാൻ ഓപ്ഷൻ ഇല്ല. എൻ്റെ പുതിയ സ്ലീപ്പിംഗ് ബാഗ് നല്ല സ്ലീപ്പിംഗ് ബാഗായിരുന്നു. ചൂടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വാട്ടർ പ്രൂഫായിട്ടുള്ള. പിന്നെ ഇതെൻ്റെ ടവല്, പിന്നെ ഒരു ഡ്രസ്സ്, പിന്നെ ഇതാ വേറൊരു ഡ്രസ്സ്, ഇത് വേറൊരു ഡ്രസ്സ്, ഇത് വേറൊരു ഡ്രസ്സ്, പിന്നെ എൻ്റെ സ്ലിപ്പർ. അതെൻ്റെ അഡിഡാസിൻ്റെ നല്ല സ്ലിപ്പറാണ്. പക്ഷെ വെക്കാൻ സ്ഥലമില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ സ്ഥലമാണ് ഇല്ലാത്തത്. ഇതെൻ്റെ ഷേവിങ് സെറ്റ്, പിന്നെ ഇതാ കണ്ണിക്കണ്ട ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. നാട്ടിൽ നിന്ന് കൊടുന്ന് അതുവരെ ഞാൻ കയ്യിൽ നൈലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ സോപ്പിൻ്റെ പെട്ടി, സോപ്പ് ഓൾറെഡി കുറേ കളഞ്ഞായിരുന്നു. പിന്നെ പോൺസിൻ്റെ ഒരു ക്രീം, പിന്നെ ഇത് ലൈറ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പവർ ബാങ്ക്. ഇതിന് ഭയങ്കര വെയിറ്റാണ്, സ്ഥലമില്ല. വേറൊരു ഡ്രസ്സ്, പിന്നെ ഒരു ഹുഡി. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ ഒഴിവാക്കിയിട്ട് പോവാണ്. മേത്താണെങ്കിൽ കുറേ ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓൾറെഡി ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു കറുപ്പും കൂടെ എടുത്ത് മേത്തിടണം. ഇതാണ് ആകെ ഒരൊറ്റ ബാഗുള്ളൂ. എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇത് തന്നെ ഇപ്പോൾ ഒരു 10 കിലോ എന്തുണ്ട്. 10 കിലോ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ സൈസ് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ വീണ്ടും ഒഴിവാക്കാൻ പറയുകയാണ്. പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ഒഴിവാക്കും. എല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഒന്നുമില്ലാണ്ട് ബാഗ് മാത്രമായിട്ട് പോകും. ഉറപ്പാ, ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. സോ ഞാനിതാ എൻ്റെ ഫ്രണ്ട് ഡാനിയലിനോടൊക്കെ ബായ് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, ബൈ ബൈ. Yeah, sure. Okay, we will meet again. Don't cry. Yeah. സോ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഊബർ വിളിച്ചിട്ടുണ്ട്. ഊബറിലാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്താണ് എനിക്ക് സംഭവിച്ചത്. എയർപോർട്ടിലെത്തിയോ, എയർപോർട്ടിൽ എന്താണ് ബാഗ് എന്താക്കിയോ ഒന്നും അറിയില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ചൂട് വരെ എടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.